അങ്ങനെ കുടിച്ചു കുടിച്ച് അർമാദിക്കണ മോനെ. ഇന്ന് നിന്റെ ഡേയാ. രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരിയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ നന്ദി കടലടാ മോനെ. മോൻ കുടിക്ക്. പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കുക. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോട് ഉണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടന് നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളത്ര കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫ് ഇതേപോലുള്ള VIP കള്ള് ഷാപ്പിലൊന്നും രണ്ടെണ്ണം വീശാൻ പറ്റൂല. ചങ്കിക്കൊള്ള വർത്താൻ പറയലടോ. ഇടക്കിടക്ക് വരാനല്ല പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ? മോൻ അവിടെ സുഖമായിട്ട് കഴിയുമെന്ന് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നിർമ്മാദിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചതൊക്കെ അല്ലേടാ? മ്യൂസിക് ആടാൻ വിടാം. അവൻ പോയി സന്തോഷിക്കും. ഇനി ആർക്കും സന്തോഷിക്കണ്ട. ഡാൻസ് ഓ അതിനെതിരെ അവിടെ പോയി ഡാൻസ്. ഇവിടെ വെറുതെ എണീറ്റിന്നാ പോലെ. Come on, come on. എന്താണോ ഈ കാണിച്ചത്? നമ്മുടെ പയ്യനാ, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ സൈഡിൽ എവിടെ പറയണം. എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ ഈ കഥകിന് കുറ്റിയും കുളത്തൊന്നുമില്ല. എൻജോയ് എൻജോയ്. Come on, that's it. All right, that's enough. Bye. Bye then. See you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. സൗഭാഗ്യമേ ഏതാ ഈ ഭീകരൻ? മാമനോ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കോമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. രക്ഷപ്പെട്ടു. എന്തോന്നാണ് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. മാമ ഈ മരുമോനെ കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ്ഫുൾ ആണല്ലോ. ഇരിക്കാൻ ചോദിച്ചാൽ കടത്തുക പതിവ്. എന്തോടോ സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ? മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോ ഒക്കെ അങ്ങ് അമ്പലത്തില്. വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും മാമനും മരുമോനും പുറകിലെങ്ങാൻ പോയിരുന്നേ. അയ്യോ സീറ്റ് കിട്ടി. എന്തോടാ ഈ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ശിവനെ, ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? താനെന്താ മണിയെ പിടിച്ച് കളിക്കുന്നത്? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണുലിമ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈയെടുക്കാനാ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. ഈ തൊപ്പിന്നെ കൊടലിലേക്ക്. അയ്യോ എന്തായി കാണിക്കണത്? തല്ലരുത്, ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്, ബസ്സിന്റെ അത് വേണ്ട. ദേഹത്ത് തൊടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാണ്. ഒന്നും നിർത്തണേ. ഞാൻ പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകണം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. അങ്ങോട്ട് ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ല് ചെല്ല് ചെല്ല്.
ആകാശോ ആകാശം ഇതിനകത്തുണ്ടോ? കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതലാ. കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ അവിടെ പോവും. കാശ് മാത്രമാണോടാ? ഒന്നിനും ബുദ്ധി വളർച്ചില്ലാത്ത പാവല്ലേ ഇത്? എന്തെങ്കിലും സംഭവിച്ചാലാ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനല്ലേ? എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ, അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞ് മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളക്കണ? വയറ് നിറച്ച് ബിയർ ശാപ്പാട് അടിച്ചതല്ലേ, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം കൊളർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. പോയിക്കിടന്ന് ഉറങ്ങിയിട്ട് നാളെ കാലത്ത് നോക്കാന്നേ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടിയെത്തിയതാ. വീട്ടിലെത്തിയ ഊട്ടി ബാങ്ക്. അത് ഊട്ടിയെ വേങ്ങ. ഇവിടെയൊക്കെ അങ്ങനെ വായിക്കണേ. ആ, ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെയുള്ള ബുദ്ധി ഉണ്ടോ? പിന്നെ ഇത്രക്കാർക്ക് ബാങ്ക് കാണുമ്പല്ലേ ബുദ്ധി നോക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, ചേട്ടാ, അതെ, ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തികേട് പോലത്തെ സാധനം ഇതിലെ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണ മിക്ക ആൾക്കാരെ കണ്ടാലും പന്തികേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റാ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തികേട്. ഞാൻ ആ പന്തികേടല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണൊന്ന് പറഞ്ഞു മനസ്സിലാക്ക ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത്, ഈ ബാങ്ക് നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടിൽ കൂടി നടന്നു പോണവര് തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്ററൊന്നുമല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആണെങ്കിൽ ഓടി വരണേ, ഓടി വരണേ. എന്താടാ അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര? എന്റെ ഷാർപ്പ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാർ, ഞങ്ങൾ കള്ളന്മാരല്ല. ഭാവൃത്തിയേട്ടവനെ, നാട്ടിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. ഏതാണ്ട് അതുപോലെ. നീ അടുത്ത് വാ. എന്നിട്ട് യമഹ എന്ന് എന്റെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. അടിച്ചില്ല, നമഹ എന്ന് പറ. എന്റെ ശബരിമല മുര. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ പ്രവർത്തിയേണ്ടവനെ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാറ്റി അടിച്ചിട്ട് ശിവാസനികളെന്ന ബാക്കി കൊണ്ടോടാ. ഞങ്ങളുടെ ഒന്നുമില്ല. തപ്പടോ എല്ലാം. അല്ല സാറേ, ഞങ്ങൾ അനിയനെ തപ്പി. ഞാൻ തപ്പിക്കോളാം. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ, നിന്നെ തന്നെ ചെണ്ടി വയസ്സായിട്ട് ഇക്കിളി മാറിയില്ലേടാ. അവന്റെ ആദ്യം മാറ്റി സൈഡിൽ ഇരുത്ത്. ഇവരെ പിടിച്ചെന്ന് സാറ് വരുന്നില്ല ആവോ? ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി. ഊറ്റേ ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ?